ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ എടുക്കുന്നുണ്ടെന്നും ആ ഒരു വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലാവുന്നുണ്ടെന്നും ആ ഒരു വീഡിയോസ് ചന്ദ്ര കാണുന്നുണ്ടെന്നെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഭാഗമാണ്. അതിനുശേഷം വരുന്ന, അതായത് നമ്മുടെ ശ്രുതി വെച്ച കേണിയിൽ ശ്രുതി തന്നെ വീഴുന്നതായിട്ടൊരു ഭാഗം വരുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ശ്രുതി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സച്ചിയുടെ ഫോൺ കൈക്കലാക്കിയതിന് ശേഷം ആന്റണി മുഖാന്തരം ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ. ആന്റണി മുഖാന്തരം എന്ന് വെച്ചാൽ ആന്റണി ഡയറക്റ്റ് ഇടുകയല്ല, കാരണം ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തൻ്റെ ഭാവിക്ക് ദോഷമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആന്റണി തനിക്കറിയാവുന്ന ഒരു യൂട്യൂബറെ കൊണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കലിതുള്ളിയാണ് ശരത്തിൻ്റെ വീട്ടിലേക്കായിട്ട് ചെല്ലുന്നത്. ആ ഒരു സമയത്ത് രേവതിയും ദേവും ലക്ഷ്മിയും എല്ലാം തന്നെ വീട്ടിലുണ്ടാവും. ഇതിൽ വലിയൊരു പ്രശ്നമാക്കുന്നുണ്ട് ചന്ദ്ര. മാത്രമല്ല, ശരത്തിനെ താൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ രേവതിയും കുടുംബം ഇരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നതും. സച്ചി ശരത്തിനെയും അതുപോലെ എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്തിയതിന് ശേഷം ശരത്തിനെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ തന്നെ ചന്ദ്രയെ കണ്ട് സംസാരിച്ച് കേസ് പിൻവലിക്കാനൊക്കെ സച്ചി രേവതി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ ചന്ദ്ര തയ്യാറാവുന്നില്ല. എന്നിരുന്നാലും സച്ചിയുടെ വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ തന്നെ ശരത്തിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയും മാത്രമല്ല, രേവതിയെ വീട്ടിൽ കയറ്റുകയാണെങ്കിൽ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് കലതുള്ളിപ്പോയ ചന്ദ്രയെ അതേ രീതിയിൽ തന്നെ ചന്ദ്ര തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതും നമ്മുടെ സച്ചിയുടെ പൂർണ്ണ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ എടുത്തുകൊണ്ട് ലാഭമുണ്ടായോ എന്ന് വെച്ചുണ്ടായി. കാരണം നമ്മുടെ രേവതിയെ സങ്കടപ്പെടുത്താൻ, അതുപോലെ രേവതിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. അതായത് രേവതി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ചന്ദ്ര പിണങ്ങിപ്പോയി ചന്ദ്രയും തിരികെ വരുന്നുണ്ട്, ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നുണ്ട്, സച്ചി രേവതിയും വീട്ടിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ശ്രുതിക്ക് ഒരു ഫോൺ എടുത്തത് കൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ശ്രുതിക്ക് വലിയൊരു കെണി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്റണിയുടെ കയ്യിൽ ശ്രുതി കൊട്ടേഷൻ കൊടുക്കുന്ന നവീനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അതേ രീതിയിൽ തന്നെ നവീനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുവെന്നും അവനിപ്പോൾ കോമേ സ്റ്റേജിലാണെന്നും എത്രയും വേഗം ഇവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നാണെങ്കിൽ ഇവ മരിക്കുമെന്നൊക്കെ ആന്റണി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും മീരയും കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് നവീൻ്റെ കണ്ടീഷൻ കാണുമ്പോഴത്തേക്ക് നവീൻ ആകെ തല്ലിച്ചറിച്ചിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഓക്സിജനൊക്കെ എടുക്കുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് ശ്രുതിയും മീരയും ആന്റണിയോട് പറയുന്നത്, നീ എന്തിനും ഇങ്ങനെയൊക്കെ തല്ലിച്ചറിച്ചെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് ഇവനിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിക്ക് ആക്കണമെന്ന്. ഞങ്ങൾ വലിയ രീതിക്കൊന്നും തല്ലിയില്ല, പക്ഷേ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഇവനിങ്ങനെയായി. ഇവൻ രക്ഷിക്കണമെന്നാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതുകൊണ്ട് കുറച്ച് പണം ചിലവെന്നൊക്കെ ആന്റണി പറയുന്ന സമയത്ത് ശ്രുതി ഇതിനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ ആന്റണി പറയുകയാണ്, നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, കാരണം കേസ് കൊടുത്തത് ഇവനെ തല്ലിയത് ഞാനാണ്, അതിനെനിക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ ശിക്ഷ ലഭിക്കും, അതെനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചു നോക്ക്, കൊട്ടേഷൻ തന്നെ നീയാണ്. ഈ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകും. നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് പണ്ടേ മുതൽ അറിയാം. അതുകൊണ്ടാണല്ലോ പല കൊട്ടേഷൻ എനിക്ക് തരികയും കുറേ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരു പോലീസ് കേസിലൂടെ എല്ലാ സത്യങ്ങളും വെളിച്ചത്താവും, നിന്റെ കള്ളക്കളിയൊക്കെ പൊളിയുമെന്ന ആന്റണി പറയുമ്പോഴത്തേക്കും മനസ്സിലൂടെ എന്നെ ശ്രുതി ഒരു പണം നൽകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മീരയോടായിട്ട് ശ്രുതി പറയാണ്, മീര എൻ്റെ ലക്ഷ്യങ്ങളൊന്നും നടന്നതുമില്ല, സച്ചിയുടെ ഫോൺ കൈക്കലാക്കി എന്നുള്ള ഞാനാണ്, അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ എനിക്ക് സന്തോഷം തന്നുള്ളൂ. ഇപ്പം കണ്ടില്ലേ, രേവതി തിരികെ വീട്ടിലേക്ക് എത്തി, അവരുടെ പിണക്കങ്ങളൊക്കെ മാറി, ശരത്തിനാണെങ്കിൽ പോലീസ് കേസും ഇല്ല, സച്ചിക്കാണെങ്കിൽ രേവതിയുടെ വേറൊരു പുതിയ ഫോണും കൊടുത്ത് അവരുടെ കയ്യിൽ ഫോണും കിട്ടി, അവരുടെ വീട്ടിൽ നിന്ന് പോയതുമില്ല. പക്ഷെ ഞാൻ കെണിയിൽ വീണിരിക്കുകയാണ്, മീരനെ ഞാനും ഇത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി കുഴിച്ച കുഴിയിൽ ശ്രുതി തന്നെ വീഴുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.